എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയമാണ്. ലോകചരിത്രത്തെ മാറ്റിമറിച്ച ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് റിനൈസൻസ് അഥവാ നവോത്ഥാനം. ഈ ചാപ്റ്ററിന്റെ പേര് ഹ്യൂമനിസം എന്നാണ്. എന്താണ് ഹ്യൂമനിസം, എന്താണ് റിനൈസൻസ് എന്നൊക്കെ നമുക്ക് വിശദമായി പഠിക്കാം. റെഡിയല്ലേ? ഇത് SSLC ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ പാഠമാണ്. നമ്മൾ 13-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലേക്ക് ഒന്ന് പോകുകയാണ്. അവിടെ റോജർ ബേക്കൺ എന്നൊരു ശാസ്ത്രജ്ഞനായ തത്വചിന്തകൻ ജീവിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കൂ. അറിവിനെ അവഗണിക്കുന്നത് പുണ്യത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ്. സ്നേഹം ജനിക്കുന്നത് അറിവിൽ നിന്നാണ്. യുക്തിയാണ് ശരിയായ ഇച്ഛയുടെ വഴികാട്ടി. യുക്തിയാണ് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നത്. എങ്ങനെയുണ്ട് വാക്കുകൾ? നല്ല പവറല്ലേ? അദ്ദേഹം എന്തിനാണ് ഊന്നൽ നൽകിയത്? യുക്തിചിന്ത, അതായത് റാഷണലിസം, അറിവ്, സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ആ കാലഘട്ടത്തിൽ യൂറോപ്പിലെ ഭരണാധികാരികൾ യുക്തിചിന്തയെ അംഗീകരിച്ചിരുന്നില്ല. റോജർ ബേക്കനെപ്പോലുള്ള ചിന്തകർ നിലവിലുണ്ടായിരുന്ന ഫ്യൂഡലിസ്റ്റിക് പവർ സിസ്റ്റത്തെയും അതിന്റെ ആശയങ്ങളെയും ചോദ്യം ചെയ്തു. അതിന്റെ ഫലമോ? ഈ ചിന്തകരിൽ പലരും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി. ചിലർ ജയിലിലായി, മറ്റു ചിലർക്ക് ജീവൻ പോലും നഷ്ടപ്പെട്ടു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ പതിയെ മാറാൻ തുടങ്ങി. 14-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പുരാതന യൂറോപ്പിലെ ഗ്രെക്കോ റോമൻ സംസ്കാരങ്ങളുടെ സ്വാധീനത്തോടൊപ്പം മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്ന് മാറാനുള്ള ഒരു പ്രവണതയും ശക്തമായി. ഈ മാറ്റങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഒരു പുതിയ കാഴ്ചപ്പാട് വന്നു: ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് അഥവാ മാനവികതാവാദം. രണ്ടാമതായി, നഗരങ്ങൾ വളരാൻ തുടങ്ങി. ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്. കച്ചവടം പുരോഗമിച്ചു. പുതിയ രാജ്യങ്ങൾ, അതായത് നേഷൻ സ്റ്റേറ്റ്സ്, ഉയർന്നുവന്നു. വ്യക്തിസ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം ലഭിച്ചു. യുക്തിചിന്ത അഥവാ റാഷണലിസം പ്രചരിച്ചു. മതപരമായ കാര്യങ്ങളിൽ നിന്നു മാറി ഈ ലോകത്തിലെ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന സെക്കുലാർ വാല്യൂസ് വ്യാപിക്കാൻ തുടങ്ങി. പണത്തിന്റെ ഉപയോഗം കൂടി. പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം ലഭിച്ചു. കലയിലും ശാസ്ത്രത്തിലും വലിയ മാറ്റങ്ങൾ വന്നു. ഈ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ പ്രകടമായത് ഇറ്റലിയിലായിരുന്നു. കാരണം ഇറ്റലി പുരാതന റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ചരിത്രകാരന്മാർ ഈ മാറ്റങ്ങളെയാണ് റിനൈസൻസ് എന്ന് വിളിച്ചത്. കൊള്ളാമല്ലേ? അപ്പോൾ എന്താണ് ഈ റിനൈസൻസ്? റിനൈസൻസ് എന്ന വാക്കിന്റെ അർത്ഥം റീബർത്ത് അഥവാ പുനർജന്മം എന്നാണ്. എന്തിന്റെ പുനർജന്മം? 14-ാം നൂറ്റാണ്ടോടുകൂടി ആരംഭിച്ച പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പുനരുജ്ജീവനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ റിനൈസൻസിനെ മധ്യകാല ഫ്യൂഡൽ സിസ്റ്റത്തിൽ നിന്ന് ആധുനിക യുഗത്തിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ കാലഘട്ടമായി കണക്കാക്കുന്നു. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റാണ്, നോട്ട് ചെയ്തോളൂ. ഇനി അടുത്ത ചോദ്യം: എന്തുകൊണ്ടാണ് റിനൈസൻസ് ഇറ്റലിയിൽ തുടങ്ങിയത്? ചിരിക്കുന്നു. നല്ല ചോദ്യമല്ലേ? അതിന് ചില കാരണങ്ങളുണ്ട്. ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റു നഗരങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അവ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു. അവിടുത്തെ വ്യാപാരികൾക്ക് ബാങ്കിംഗ്, ഇൻഷുറൻസ് എന്നിവയെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരുന്നു. മാത്രമല്ല, ബുക്ക് കീപ്പിംഗ് പോലുള്ള കച്ചവടത്തിന്റെ ടെക്നിക്കൽ കാര്യങ്ങളിലും അവർക്ക് വൈദഗ്ധ്യമുണ്ടായിരുന്നു. എന്താണ് ബുക്ക് കീപ്പിംഗ്? ഒരു സ്ഥാപനത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ ദിവസവും രേഖപ്പെടുത്തുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ പല വ്യാപാരികളും അതിസമ്പന്നരായി മാറി. യൂറോപ്പിൽ 11-ാം നൂറ്റാണ്ടോടുണ്ടായ കച്ചവടത്തിലെ വളർച്ച മധ്യകാലഘട്ടത്തിലെ ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ തകർച്ചയ്ക്കും മതപരമായ മേധാവിത്വത്തിന്റെ തകർച്ചയ്ക്കും കാരണമായി. ഇതോടെ ഒരു പുതിയ സമ്പന്നവർഗം ഉയർന്നുവന്നു. ഇറ്റലിയിൽ ഇങ്ങനെ ഒരുപാട് സമ്പന്ന കുടുംബങ്ങളുണ്ടായി. ഉദാഹരണത്തിന് ഫ്ലോറൻസിലെ മെഡീച്ചി കുടുംബം, മിലാനിലെ സ്ഫോർസ കുടുംബം, ഇതൊക്കെ ആ കാലത്തെ പവർഫുൾ കുടുംബങ്ങളായിരുന്നു. മറ്റൊരു പ്രധാന കാരണം ക്രുസൈഡ്സ് അഥവാ കുരിശുയുദ്ധങ്ങളായിരുന്നു. എന്താണ് കുരിശുയുദ്ധങ്ങൾ? ജെറുസലേം എന്ന പുണ്യഭൂമിക്കു വേണ്ടി ഇസ്ലാം മതവിശ്വാസികളും ക്രിസ്തുമതവിശ്വാസികളും തമ്മിൽ നടന്ന 11 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിലുള്ള യുദ്ധങ്ങളാണിത്. ഈ യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിയൊരുക്കി. ഇറ്റാലിയൻ നഗരങ്ങൾക്ക് കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങളെയും നഗരങ്ങളെയും ജീവിതരീതികളെയും പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയെ വേഗത്തിലാക്കി. ഇസ്ലാമിക് സാമ്രാജ്യവും ബൈസാന്റൈൻ സാമ്രാജ്യവുമായുള്ള കച്ചവട ബന്ധങ്ങളുടെ ഫലമായി ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ധാരാളം സമ്പത്തൊഴുകിയെത്തി. കാലക്രമേണ ഇറ്റാലിയൻ നഗരങ്ങളിലെ വ്യാപാരികൾക്ക് മെഡിറ്ററേനിയൻ കടലിലെ കിഴക്കും പടിഞ്ഞാറുമുള്ള വ്യാപാരത്തിൽ കുത്തക ലഭിച്ചു. അതിനാൽ ഇറ്റാലിയൻ നഗരങ്ങൾ മറ്റ് യൂറോപ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് വളരെ സമ്പന്നമായിരുന്നു. ഇതിനിടയിലാണ് മറ്റൊരു വലിയ സംഭവം നടക്കുന്നത്.
14-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന പ്ലേഗ്. ഈ മഹാമാരി ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെ എടുത്തു. ഇത് തൊഴിലാളികളുടെ വലിയ കുറവിന് കാരണമായി. കൃഷിയെ ആശ്രയിച്ചിരുന്ന മധ്യകാല ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ തകർച്ചയ്ക്ക് ഇത് വഴിവെച്ചു. മാത്രമല്ല, ഇതൊരു പുതിയ കച്ചവടക്കാരായ മധ്യവർഗത്തിന്റെ ഉദയത്തിനും കാരണമായി. പ്ലേഗിനെ നേരിടാൻ പരമ്പരാഗത മരുന്നുകൾ പരാജയപ്പെട്ടപ്പോൾ ആളുകൾ പുരാതന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ജീവിതം എത്ര പെട്ടെന്നാണ് അവസാനിക്കുന്നതെന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. സ്വന്തം ജീവിതത്തെക്കുറിച്ചും സുഖത്തെക്കുറിച്ചും അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ ഒരു ചിന്തയാണ് ഹ്യൂമനിസം എന്ന ആശയത്തിന് വഴിവെച്ചത്. കൊള്ളാമല്ലേ? ഒരു മഹാമാരി പുതിയൊരു ചിന്തയ്ക്ക് കാരണമായി. ഇറ്റാലിയൻ നഗരങ്ങളിലെ ഈ സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമൂഹിക ഐക്യവും ജനങ്ങളിൽ ഒരു സിവിക് സെൻസും ആത്മഭിമാനവും വളർത്തി. പുരാതന റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെയും ഭരണരീതികളെയും കുറിച്ചുള്ള താൽപ്പര്യം ഇറ്റലിയിലുടനീളം പടർന്നുപിടിച്ചു. ഇനി മറ്റൊരു പ്രധാന സംഭവം. 14-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഓട്ടോമൻ തുർക്കികൾ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഈ നഗരം പുരാതന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യെഴുത്തുപ്രതികൾ വശം വച്ചിരുന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു. തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് ഈ പണ്ഡിതന്മാർ അവരുടെ കയ്യെഴുത്തുപ്രതികളുമായി ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് കുടിയേറിപ്പാർത്തു. ഇതോടെ അതുവരെ സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഗവേഷണങ്ങളും പഠനങ്ങളും ലൈബ്രറികളിലേക്കും വ്യാപിച്ചു. സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ചേർന്നപ്പോൾ കലാപരവും സാംസ്കാരികവുമായ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ഒരു നല്ല വളക്കൂറുള്ള റണ്ണായി ഇറ്റലി മാറി. അങ്ങനെ സാംസ്കാരിക ബൗദ്ധിക മേഖലകളിൽ പുതിയ ആശയങ്ങൾ ഉയർന്നുവരാൻ തുടങ്ങി. അപ്പോൾ എന്താണ് ഈ ഹ്യൂമനിസം എന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിലായി നോക്കാം. മനുഷ്യന് പ്രാധാന്യം നൽകുന്ന ചിന്ത. മധ്യകാലഘട്ടത്തിൽ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ സ്കൊളാസ്റ്റിസിസം എന്ന തത്വത്തിനായിരുന്നു പ്രാധാന്യം. അത് അറിവിനെയും ഗവേഷണത്തെയും പ്രോത്സാഹിപ്പിച്ചെങ്കിലും ദൈവത്തിനും മരണാനന്തര ജീവിതത്തിനുമായിരുന്നു മുൻഗണന. എന്നാൽ ഹ്യൂമനിസം ഇതിൽ നിന്നൊരു മാറ്റമായിരുന്നു. അത് മനുഷ്യന്റെ അനുഭവങ്ങൾക്കും ഈ ലോകത്തിലെ ജീവിതത്തിനും യുക്തിപരമായ അന്വേഷണത്തിനും പ്രാധാന്യം നൽകി. ഹ്യൂമനിസ്റ്റുകൾ മനുഷ്യരാശിയുടെ പ്രത്യേകതകൾ, വികാരങ്ങൾ, കഴിവുകൾ, സാഹിത്യപരമായ ആവിഷ്കാരങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകി. ഇതൊരു വലിയ മാറ്റമായിരുന്നു, അല്ലേ? ദൈവം കേന്ദ്രീകരിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മനുഷ്യൻ കേന്ദ്രീകരിച്ചുള്ള ഒരു കാഴ്ചപ്പാടിലേക്കുള്ള മാറ്റം. ഹ്യൂമനിസം മതപരമായ സിദ്ധാന്തങ്ങളുടെയും ആധിപത്യത്തിന്റെയും അധികാരത്തെ ചോദ്യം ചെയ്തു. ഈ കാലഘട്ടത്തിൽ ആളുകൾ പുരാതന ഗ്രീക്ക് റോമൻ കൃതികൾ ആവേശത്തോടെ വായിക്കാൻ തുടങ്ങി. പുരാതന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിന്റെ ആശയങ്ങൾ യൂറോപ്പിലുടനീളം പ്രചരിപ്പിക്കുന്നതിൽ അറബികൾ ഒരു പ്രധാന പങ്കുവഹിച്ചു. ഹ്യൂമനിസ്റ്റുകൾ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുകയും ഗ്രീക്ക് റോമൻ സ്റ്റൈലിൽ ചിത്രങ്ങളും ശില്പങ്ങളും നിർമ്മിക്കുകയും ചെയ്തു. പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ അവരുടെ പ്രചോദനത്തിന്റെ ഉറവിടമായിരുന്നെങ്കിലും ഹ്യൂമനിസ്റ്റ് കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമായിരുന്നു. ഗ്രീക്ക് റോമൻ കലയിൽ ദൈവങ്ങളെയും സമ്പന്നരെയും ശക്തരെയുമായിരുന്നു ഭംഗിയായി ചിത്രീകരിച്ചത്. എന്നാൽ റിനൈസൻസ് കല മനുഷ്യരെ അവരുടെ സ്വാഭാവികതയോടും കൂടി ചിത്രീകരിച്ചു. ഈ മാറ്റത്തിന് തെളിവാണ് നവോത്ഥാന കാലഘട്ടത്തിൽ നിർമ്മിച്ച എണ്ണമറ്റ കലാസാഹിത്യ സൃഷ്ടികൾ. ഹ്യൂമനിസം പിന്നീട് ചിത്രകല, വാസ്തുവിദ്യ, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം തുടങ്ങിയ വിവിധ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് പ്രചോദനം നൽകി. ഈ മാറ്റങ്ങളെല്ലാമാണ് നവോത്ഥാനം അഥവാ റിനൈസൻസ്. ഇനി നമുക്ക് റിനൈസൻസ് ആർട്ടിലേക്ക് കടക്കാം. കല ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഇല്ല അല്ലേ? ചിരിക്കുന്നു. മധ്യകാലഘട്ടത്തിലെ ചിത്രങ്ങളും നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മധ്യകാല ചിത്രങ്ങൾ മാലാഖമാർ, സ്വർഗം തുടങ്ങിയ ആത്മീയ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. എന്നാൽ നവോത്ഥാന ചിത്രങ്ങൾ മനുഷ്യരൂപത്തിന്റെ ഭംഗി, സ്വാഭാവികത, നിറങ്ങളുടെ ഉപയോഗം എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഈ മാറ്റം വളരെ വലുതായിരുന്നു. യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ഫ്ലോറൻസ് ഇറ്റലിയിലെ നവോത്ഥാനത്തിന്റെ കേന്ദ്രം കൂടിയായിരുന്നു. നവോത്ഥാന ചിത്രകലയിൽ ഹ്യൂമനിസ്റ്റിക് ആശയങ്ങൾ വളരെ വ്യക്തമായി പ്രതിഫലിച്ചു. അന്നത്തെ ചിത്രകാരന്മാർ മനുഷ്യരൂപങ്ങളെ വളരെ കൃത്യതയോടും വ്യക്തതയോടും സൂക്ഷ്മതയോടും കൂടി അവതരിപ്പിച്ചു. മനുഷ്യ ശരീരഘടനയെക്കുറിച്ച്, ഹ്യൂമൻ അനാട്ടമിയെക്കുറിച്ച് അവർ നേടിയ അറിവ് ഈ കലാത്മക നേട്ടത്തിന് അവരെ സഹായിച്ചു. ചിത്രകാരന്മാർ യുക്തിചിന്തയ്ക്കും മനുഷ്യവികാരങ്ങൾക്കും പ്രാധാന്യം നൽകി. ഹ്യൂമനിസത്തിന്റെ സ്വാധീനത്തോടെ കലാസൃഷ്ടികൾ കൂടുതൽ കൃത്യവും യാഥാർത്ഥ്യബോധവുമായി മാറി. നവോത്ഥാന പെയിന്റിങ്ങുകളുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലാൻഡ്സ്കേപ്സ് അഥവാ പ്രകൃതി ദൃശ്യങ്ങൾ. വെളിച്ചവും ആഴവും കാണിക്കാൻ നിറങ്ങളുടെ ഉപയോഗം. മനുഷ്യ ശരീരത്തിന്റെ യാഥാർത്ഥ്യമായ ചിത്രീകരണം. ഓയിൽ പെയിന്റിന്റെ ഉപയോഗം. പോർട്രേറ്റ്സ് അഥവാ വ്യക്തികളുടെ ചിത്രങ്ങൾ. ദൈവിക രൂപങ്ങളെ ആദർശ മനുഷ്യരൂപങ്ങളിൽ ചിത്രീകരിക്കുന്നത്. ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ പിയറോ ഡേല ഫ്രാൻസിസ്കയുടെ ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടെ ഫെൽട്രെ ആൻഡ് ബാറ്റിസ്റ്റാസ് ഫോർസ എന്ന ചിത്രം ഇതിനൊരു ഉദാഹരണമാണ്. അതുപോലെ ജിയോവണ്ണി ബെല്ലിനിയുടെ അഗണി ഇൻ ദ ഗാർഡൻ എന്ന ചിത്രത്തിൽ യേശുക്രിസ്തു ഒലിവ് മലയിൽ പ്രാർത്ഥിക്കുന്നതും ശിഷ്യന്മാർ ഉറങ്ങുന്നതും യേശുവിനെ പിടിക്കാൻ വരുന്ന റോമൻ പടാളികളെയും കാണാം. ഇതിലൊക്കെ മനുഷ്യവികാരങ്ങൾ എത്ര മനോഹരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്.
ഗ്രീക്ക് റോമൻ കലയുടെ സ്വാധീനം ആദ്യം കണ്ടത് ജിയോട്ടോയുടെ ചിത്രങ്ങളിലായിരുന്നു. എന്നാൽ പിന്നീട് വന്ന മസാച്ചിയോ എന്ന ചിത്രകാരനാണ് പിൽക്കാലത്തെ എല്ലാ കലാകാരന്മാരെയും സ്വാധീനിച്ചത്. അദ്ദേഹത്തിന്റെ ചുമർ ചിത്രങ്ങളിൽ സാധാരണ ജീവിതത്തിലെ മനുഷ്യരെയാണ് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ 2 ചിത്രങ്ങളെക്കുറിച്ചാണ്. ഏതൊക്കെയാണെന്ന് ഊഹിക്കാമോ? അതെ, ദി ലാസ്റ്റ് സപ്പറും മൊനാലിസയും. ഇത് രണ്ടും വരച്ചതാരാണ്? ലിയനാർഡോ ഡാവിഞ്ചി. നിറവും നിഴലും ബലക്യവും സമന്വയിപ്പിക്കുന്നതിൽ ഡാവിഞ്ചിയുടെ കഴിവ് ഈ ചിത്രങ്ങളിൽ കാണാം. അദ്ദേഹം മനുഷ്യശരീരത്തെ ശാസ്ത്രീയമായി പഠിച്ചു. ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. ദി ലാസ്റ്റ് സപ്പറിൽ ശിഷ്യന്മാരിൽ ഒരാൾ തന്നെ ഒട്ടിക്കൊടുക്കുമെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആശ്ചര്യം, ഭയം, കുറ്റബോധം തുടങ്ങിയ വികാരങ്ങൾ വ്യക്തമായി കാണാം. മൊനാലിസയുടെ നിഗൂഢമായ പുഞ്ചിരിയിൽ ഡാവിഞ്ചി ഒളിച്ചുവെച്ച ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയുണ്ട്? കലയുടെ ഒരു മാന്ത്രിക ലോകം തന്നെയാണിതല്ലേ? നമ്മൾ ലിയനാർഡോ ഡാവിഞ്ചിയെക്കുറിച്ച് സംസാരിച്ചു നിർത്തി. ഇനി നമുക്ക് നവോത്ഥാന കാലഘട്ടത്തിലെ മറ്റൊരു ഭീമനായ കലാകാരനെ പരിചയപ്പെടാം. മൈക്കൽ ആഞ്ചലോ. കേട്ടിട്ടുണ്ടോ ഈ പേര്? വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിന്റെ സീലിംഗിൽ അദ്ദേഹം വരച്ച ചിത്രങ്ങളും ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന ചിത്രവും മൈക്കൽ ആഞ്ചലോയെ ഒരു അനശ്വര കലാകാരനാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ കൂടുതലും ശക്തവും മനോഹരവുമായ മനുഷ്യരൂപങ്ങളാണുണ്ടായിരുന്നത്. നവോത്ഥാന കാലഘട്ടത്തിലെ മറ്റു പ്രശസ്തരായ ചിത്രകാരന്മാരായിരുന്നു ടിഷ്യൻ, റാഫേൽ എന്നിവർ. റാഫേൽ മനുഷ്യരെ ബുദ്ധിമാന്മാരും മിതവാദികളും അന്തസ്സുള്ളവരുമായി ചിത്രീകരിച്ചു. അവരുടെ ചിത്രങ്ങളിൽ സൗന്ദര്യത്തിനും ആശയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിയിരുന്നു. ചിത്രകല പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ശില്പകല. ഡൊണാറ്റല്ലോ നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പികളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വെങ്കനശില്പമാണ് ഡേവിഡ്. കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പടയാളിയെ ചിത്രീകരിക്കുന്ന ഗട്ടമലാട്ട എന്ന ശില്പത്തിലൂടെ അദ്ദേഹം ഒരു സാധാരണക്കാരനായ നായകനെ അനശ്വരനാക്കി. ദൈവങ്ങളെ മനുഷ്യരൂപത്തിൽ ചിത്രീകരിച്ച മൈക്കലാഞ്ചലോയുടെ ശില്പങ്ങൾ പരമ്പരാഗത ഗ്രീക്ക് റോമൻ ശൈലിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ഈശുക്രിസ്തുവിനെ മടിയിൽ കിടത്തിയിരിക്കുന്ന കന്യാമറിയത്തെ ചിത്രീകരിക്കുന്ന പിയട്ട, ഗാംഭീര്യമുള്ള ഡേവിഡ് ശില്പം എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സൃഷ്ടികളാണ്. ഇനി നമുക്ക് ആർക്കിടെക്ചർ അഥവാ വാസ്തുവിദ്യയിലേക്ക് വരാം. ഫിലിപ്പോ ബ്രൂണലസ്കി വാസ്തുവിദ്യയിൽ ഒരു പുതിയ ശൈലിക്ക് തുടക്കമിട്ടു. മധ്യകാലഘട്ടത്തിലെ ഗോഥിക് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി പുരാതന ഗ്രീക്ക് റോമൻ ശൈലിയുടെ സ്വാധീനം അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ കാണാമായിരുന്നു. ഫ്ലോറൻസിൽ അദ്ദേഹം നിർമ്മിച്ച കത്തീഡ്രലിലെ കൂറ്റൻ താഴികക്കുടം ഇതിന് ഉദാഹരണമാണ്. ഗോഥിക് ശൈലിയിലെ ഉയരമുള്ള ഗോപുരങ്ങൾക്ക് പകരം അദ്ദേഹം താഴികക്കുടങ്ങൾ ഉപയോഗിച്ചു. പിന്നീട് മൈക്കലാഞ്ചലോയുടെയും ബ്രഹ്മാണ്ടയുടെയും മേൽനോട്ടത്തിൽ നിർമ്മിച്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും ഈ ശൈലി വ്യക്തമായി കാണാം. ഇനി സാഹിത്യത്തിലേക്ക് കടന്നാലോ? വില്യം ഷേക്സ്പിയറിന്റെ പ്രശസ്തമായ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ ഒരു വാചകം കേൾക്കൂ. നമ്മുടെ വിധി നിർണയിക്കുന്നത് നക്ഷത്രങ്ങളിലല്ല, നമ്മളിൽ തന്നെയാണ്. എങ്ങനെയുണ്ട്? ഇതിൽ ഹ്യൂമാനിസത്തിന്റെ സ്വാധീനം കാണുന്നില്ലേ? നവോത്ഥാന എഴുത്തുകാർ വ്യക്തിസ്വാതന്ത്ര്യത്തിനും സെക്യുലാർ വാല്യൂസിനും പ്രാധാന്യം നൽകി. മിക്ക നവോത്ഥാന എഴുത്തുകാരും അവരുടെ കൃതികൾ പ്രാദേശിക ഭാഷകളിൽ എഴുതാനാണ് തെരഞ്ഞെടുത്തത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമായിരുന്നു. കാരണം സാധാരണക്കാർക്ക് സാഹിത്യം കൂടുതൽ പ്രാപ്യമായി. ഗദ്യസാഹിത്യത്തിന് ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം ലഭിച്ചു. ദി ഡിവൈൻ കോമഡി എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവായ ഡാൻഡെ നവോത്ഥാന കാലഘട്ടത്തിലെ ഒരു പ്രമുഖ സാഹിത്യകാരനായിരുന്നു. നരകം, ശുദ്ധീകരണ സ്ഥലം, പറുദീസ എന്നിവയിലൂടെയുള്ള ഡാൻഡെയുടെ സാങ്കൽപ്പിക യാത്രയാണ് കവിതയുടെ വിഷയം. എന്നാൽ ഇത് മനുഷ്യവികാരങ്ങളെയും രാജ്യസ്നേഹത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഡാൻഡെ ഈ കൃതി എഴുതിയത് പ്രാദേശിക ഭാഷയിലായിരുന്നു. പെട്ടാർക്ക് ഹ്യൂമാനിസത്തിന്റെ മറ്റൊരു പ്രധാന വക്താവായിരുന്നു. അദ്ദേഹത്തിന്റെ സോണറ്റ്സ് ടു ലോറ എന്ന കൃതി വളരെ പ്രശസ്തമാണ്. ബൊക്കാച്ചിയോയുടെ ദി ഡെക്കാമറോൺ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ്. നിക്കോളോ മാക്കിയവെല്ലിയുടെ ദി പ്രിൻസ് എന്ന കൃതി രാഷ്ട്രീയ ചിന്തകളാണ് അവതരിപ്പിക്കുന്നത്. ഒരു ഭരണാധികാരിയുടെ പ്രധാന ഉത്തരവാദിത്തം രാജ്യത്തിന്റെ അധികാരവും സുരക്ഷയും നിലനിർത്തുകയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വ്യക്തികൾ പൊതുവെ സ്വാർത്ഥരാണെന്നും അദ്ദേഹം കരുതി. ഒരു ഭരണാധികാരി നിഷ്പക്ഷനായിരിക്കണമെന്നും അദ്ദേഹം വാദിച്ചു. ഇറ്റലിക്ക് പുറത്തേക്കും നവോത്ഥാനത്തിന്റെ സ്വാധീനം വ്യാപിച്ചു. നെതർലൻഡ്സിലെ ഇറാസ്മസിന്റെ ഇൻ പ്രൈസ് ഓഫ് ഫോളി, ഇംഗ്ലണ്ടിലെ ജെഫ്രി ചോസറിന്റെ കാന്റർബറി ടെയിൽസ്, തോമസ് മോറിന്റെ യുട്ടോപ്പിയ, സ്പെയിനിലെ സെർവാന്റസിന്റെ ഡോൺ കിഹോട്ട് എന്നിവയെല്ലാം ശ്രദ്ധേയമായ കൃതികളാണ്. സാഹിത്യത്തെ ജനകീയമാക്കുന്നതിൽ പ്രിന്റിംഗ് പ്രസ് ഒരു പ്രധാന പങ്കുവഹിച്ചു. 15-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജോഹാനസ് ഗ്യൂട്ടൻബർഗാണ് യൂറോപ്പിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചത്. ഇത് അറിവ് അതിവേഗം പ്രചരിക്കാനും സാക്ഷരത വർദ്ധിക്കാനും കാരണമായി. ഇനി ചരിത്രരചനയിൽ വന്ന മാറ്റങ്ങൾ നോക്കാം. ലോകചരിത്രത്തെ പുരാതന കാലഘട്ടം, മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. മധ്യകാലഘട്ടത്തിൽ
ചരിത്രസംഭവങ്ങൾ ദൈവീകമായി നിശ്ചയിക്കപ്പെട്ടതാണെന്നായിരുന്നു വിശ്വാസം. എന്നാൽ നവോത്ഥാന കാലഘട്ടത്തിൽ ഈ കാഴ്ചപ്പാട് മാറി. മനുഷ്യകേന്ദ്രീകൃതമായ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും വന്നു. ചരിത്രകാരന്മാർ ലിഖിതങ്ങൾ, നാണയങ്ങൾ, പുരാതന കൈയെഴുത്തു പ്രതികൾ തുടങ്ങിയ തെളിവുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ തുടങ്ങി. കെട്ടുകഥകൾക്കും മിത്തുകൾക്കും പകരം ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും ചരിത്രരചനയുടെ ഭാഗമായി മാറി. ഇനി ശാസ്ത്രത്തിലേക്ക് വരാം. സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയാണ് ചലിക്കുന്നതെന്നും തെളിയിക്കാൻ ഗലീലിയോ പുറപ്പെട്ടപ്പോൾ 1609 പാദുവയിലെ അദ്ദേഹത്തിന്റെ എളിമയുള്ള വീട്ടിൽ ശാസ്ത്രത്തിന്റെ വെളിച്ചം പ്രകാശിച്ചു. ഇത് പ്രശസ്ത നാടകകൃത്തായ ബെർട്ടോൾട്ട് ബ്രെക്തിന്റെ ഗലീലിയോയെക്കുറിച്ചുള്ള നാടകത്തിലെ ആമുഖമാണ്. 16-ാം നൂറ്റാണ്ടുവരെ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്നായിരുന്നു വിശ്വാസം. എന്നാൽ പോളിഷ് ജ്യോതിശാസ്ത്രജ്ഞനായ നിക്കോളാസ് കോപ്പർനിക്കസ് ഈ വിശ്വാസത്തെ വെല്ലുവിളിച്ചു. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല, സൂര്യനാണെന്ന് അദ്ദേഹം വാദിച്ചു. ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചു. കോപ്പർനിക്കസിന്റെ വിപ്ലവകരമായ കണ്ടെത്തലുകളെ ഗലീലിയോ ഗലീലിയും ജൊഹാനസ് കെപ്ലറും കൂടുതൽ വിശദീകരിച്ചു. താൻ രൂപകൽപ്പന ചെയ്ത ടെലിസ്കോപ്പിലൂടെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളും ശനിയുടെ വളയങ്ങളും ഉൾപ്പെടെയുള്ള കണ്ടെത്തലുകൾ ഗലീലിയോ നടത്തി. ഇത് കോപ്പർനിക്കസിന്റെ തത്വങ്ങൾക്ക് വ്യക്തമായ തെളിവ് നൽകി. പിന്നീട് ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിന് അടിത്തറ പാകിയത് കെപ്ലറുടെ കണ്ടെത്തലുകളായിരുന്നു. വൈദ്യമേഖലയിലും പ്രത്യേകിച്ച് അനാട്ടമിയിലും നവോത്ഥാനം കാര്യമായ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. സ്വിസ് ശാസ്ത്രജ്ഞനായ പാരാസെൽസസ് രോഗങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് വിപുലമായ ഗവേഷണം നടത്തി. അതേസമയം ആൻഡ്രിയാസ് വിസേലിയസ് മൃതദേഹങ്ങൾ കീറിമുറിച്ച് മനുഷ്യശരീരജ്ഞയെക്കുറിച്ച് പഠിക്കുന്നതിന് തുടക്കമിട്ടു. ഇനി നമുക്ക് മതനവീകരണത്തെക്കുറിച്ച് പഠിക്കാം. നവോത്ഥാനത്തിന്റെ സ്വാധീനം യൂറോപ്പിലെ മതരംഗത്തുമെത്തി. കത്തോലിക്കാ സഭയിലെ ചില ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു. പാപമോചനത്തിനായി പള്ളി വിശ്വാസികളിൽ നിന്ന് പണം പിരിക്കുന്ന ദണ്ഡവിമോചനം അഥവാ സെയിൽ ഓഫ് ഇൻഡൽജൻസ് ഒരു വിവാദ വിഷയമായിരുന്നു. ജർമ്മനിയിൽ ദണ്ഡവിമോചനം വിൽക്കാൻ ഒരു സന്യാസി എത്തിയപ്പോൾ മാർട്ടിൻ ലൂഥർ എന്ന പുരോഹിതൻ തന്റെ പ്രശസ്തമായ 95 സിദ്ധാന്തങ്ങൾ 1517 വിറ്റൻബർഗ് കത്തീഡ്രലിന്റെ വാതിലുകളിൽ പതിച്ചു. ഈ സംഭവമാണ് പ്രൊട്ടസ്റ്റന്റ് മതനവീകരണത്തിന് തുടക്കം കുറിച്ചത്. ലൂഥറിന്റെ കൃതി ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതോടെ അത് വ്യാപകമായി പ്രചരിച്ചു. താമസിയാതെ ലൂഥർ സഭയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. ജർമ്മനിയിൽ ഉത്ഭവിച്ച മതനവീകരണം താമസിയാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ഇംഗ്ലണ്ടിൽ ഹെൻറി എട്ടാമൻ രാജാവാണ് മതനവീകരണത്തിന് നേതൃത്വം നൽകിയത്. ഇതിന്റെ ഫലമായി അവിടെ ആംഗ്ലിക്കൻ ചർച്ച് ഉയർന്നുവന്നു. ഈ മതനവീകരണത്തിന് തുടർന്ന് കത്തോലിക്കാ സഭ സ്വയം പരിഷ്കരിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. ഇത് കൗണ്ടർ റിഫോർമേഷൻ എന്നറിയപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി ദണ്ഡവിമോചനത്തിന്റെ വിൽപ്പന നിരോധിച്ചു. വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് കത്തോലിക്കാ സഭയുടെ അധികാരം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു. അപ്പോൾ നവോത്ഥാനമെന്നത് മാനവികതയിലും മനുഷ്യന്റെ ആവശ്യങ്ങളിലും ശ്രദ്ധിക്കേന്ദ്രീകരിച്ച ഹ്യൂമാനിസത്തിന്റെ ഒരു പരിണാമമായിരുന്നു. കല, സാഹിത്യം, ശാസ്ത്രം, മതം തുടങ്ങിയ എല്ലാ മേഖലകളിലും അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.